എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഫിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇപ്പോൾ ലോകം മുന്നോട്ട് പോകുന്നത് വലിയൊരു സംഘർഷ അവസ്ഥയിലാണ്. നമുക്കറിയാം ഇറാൻ യുദ്ധം ഇതുവരെ യാതൊരു സമാധാന ശ്രമവും ആകാത്ത ഒരു സാഹചര്യത്തിൽ ആ യുദ്ധത്തിൽ പങ്കാളികൾ ആയവർ പലരും തന്നെ ആശങ്കയിലാണ്. അതെപ്പോൾ യുദ്ധം തീരില്ല എന്ന് ഒന്നും പ്രവചിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകവും. പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനമായിട്ട് ഫലങ്ങൾ നമ്മൾ കേരളീയരും അനുഭവിക്കേണ്ടി വരുന്നു. കാരണം കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ യുദ്ധമേഖല. അതുപോട്ടെ, ഇനി അതിനേക്കാളും വലിയൊരു യുദ്ധമേഖലയിലാണ് ഇന്ന് നാം ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നത്. നമുക്കറിയാം 10 വർഷത്തെ നീണ്ട LDFിൻ്റെ ദുഷിച്ചുനാറിയ ഭരണത്തിനൊരു അവസാനം കണ്ടെത്താൻ വേണ്ടി കേരളത്തിലെ എല്ലാ ആൾക്കാരും പാർട്ടി ഭേദമെന്ന് ഈ ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെയും അവരുടെ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ നല്ലൊരു യുദ്ധം നടത്തി. അതിലൊരു പരിധിവരെ ജയിച്ചു. 99% ജയിച്ചു. ഏതാണ്ട് 4 ദിവസം അത് കൺഫാമായി നമ്മളൊരു പുതിയ ഭരണത്തിലേക്ക് ചായുമ്പോൾ ഓർക്കേണ്ടത് ഒന്ന് മാത്രം. സങ്കടം തോന്നുന്നു, ഇപ്പോൾ ഒരു ചില മാധ്യമങ്ങൾ അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് LDFന് കൂടുതൽ ജയസാധ്യതയുണ്ട്, അവർ ഭരണത്തിൽ വരും, മറിച്ച് മറ്റു ചിലർ UDF ജയിച്ചു എന്നും. സത്യം നമുക്ക് 4-ാം തീയതി അറിയാൻ പറ്റും. 100% LDF ആണ് വരുന്നത്. ഒന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, LDF അനുഭാവികളോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഈ പരസ്യ പ്രസ്താവനകൾ നിർത്തുക. പ്രധാനമായും നിങ്ങൾ നീണ്ട 10 വർഷം വെറും കേവലം ഈ ഒരു ചില മാധ്യമക്കാരും ഈ PR ടീമും മാത്രമാണ് ഇവിടെ ഭരണം കൈയാളിയത്. അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതും. അതിനവർക്ക് ഗവൺമെൻറ് കൊടുത്ത കോടാനുകോടി രൂപയാണ് അവർക്ക് കൊടുത്തത്. PR ടീമിനും മാധ്യമപ്രവർത്തകർ എല്ലാവരുമില്ല, ഒരു ചിലവർ. അവരുടെ അട്ടഹാസം ഇപ്പോഴും തുടരുന്നു. അവരെ കുറച്ച് ശ്രദ്ധിക്കുക. എനിക്ക് പ്രധാനമായി ഒന്ന് പറയാനുള്ളത് ശ്രീ KC വേണുഗോപാലിനോടാണ്. താങ്കൾക്ക് നല്ലൊരു ഒരു പൊസിഷനാണ് ഇന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ളത്. അതിൻ്റെ പണികൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കൾ നല്ല രീതിയിൽ നടത്തുന്നു. വി ആർ ആൾ പ്രൗഡ് ഓഫ് യു. കേരളത്തിലുള്ള എല്ലാവർക്കും അത് പ്രൗഡ് തന്നെയാണ്. എന്നാൽ ഈയിടയ്ക്ക് കേട്ടത്, താങ്കൾ എന്തോ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വരണമെന്ന് ചില നേതാക്കന്മാർ പറയുന്നു. ആ നേതാക്കളെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ, പക്ഷേ എങ്കിലും അവരുടെ അഭിപ്രായത്തിനോട് നിസ്സഹരിക്കുകയോ യോജിക്കുകയോ എന്നതിന് അർത്ഥമില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ശ്രീ വേണുഗോപാൽ ഒന്ന് മനസ്സിലാക്കണം, താങ്കൾ കോൺഗ്രസിന് നയിക്കുകയാണ്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം. അതിനായി താങ്കൾ ചെയ്യേണ്ടത് ആ ഒരു വലിയൊരു പ്രവർത്തനം, ആ വലിയൊരു പൊസിഷനെ ബലീകരിപ്പിച്ച് കേരളത്തിലേക്ക് തൽക്കാലം മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കാൻ ശ്രമിക്കാതിരുന്നാലും. അങ്ങനെ ആഗ്രഹിച്ചെന്ന് ഒരുത്തരും പറഞ്ഞിട്ടില്ല, പക്ഷേ ആൾക്കാർ പറയുന്നു താങ്കളാകണമെന്ന്. തൽക്കാലം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. കാരണം ഇവിടെ തന്നെ ഇഷ്ടത്തിന് താങ്കളെപ്പോലെ കഴിവുള്ള ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദപ്രതിവാദം നടത്തുമെങ്കിൽ കാര്യത്തിലോട്ട് വരുമ്പോൾ അവരെല്ലാം ഒന്നാകുന്നു. താങ്കളടക്കമുള്ള ആ ഒരു സെറ്റിങ്സ്, ആ ഒരു സംവിധാനമാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. ഒരു സിനിമയുടെ പേരിപ്പോൾ ഓർമ്മ വരുന്നു. അതായത് R.D. ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ഇളയരാജയുടെ മൂത്ത ബ്രദറാണ്. അദ്ദേഹം ഞാനും തമ്മിൽ നല്ലൊരു അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ഒരു പടമെടുത്ത പടത്തിൻ്റെ പേര് അലൈകൾ ഓയ്വതില്ലേ. അതായത് തിരകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. തമിഴിൽ അലൈകൾ ഓയ്വതില്ല. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ തിരകൾ ഒരിക്കലും, അത് കടൽ തിരകൾ ഇങ്ങനെ ഓളം മറിഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഒരിക്കലും അഭിപ്രായങ്ങൾ ഇവിടെ തീരുന്നില്ല, അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അത്
നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ അഭിപ്രായപ്പെടുന്നവർ ഒന്ന് ചിന്തിക്കണം, ഇത് പറയുന്നത് കേരള ജനതയുടെ കൂടാണ്. അറിയാം, 10 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യ അനുഭവിച്ച് ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിൽ കൂടിയുള്ളൊരു ജീവിതമായിരുന്നു കേരളീയർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതിനൊരു അവസാനം കൊടുത്തത് ഈ കേരളീയർ തന്നെയാണ്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവരെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുക. കാരണം ഞാൻ ഒരു ചില മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും രീതിയിലും ഈ കോൺഗ്രസിനെയും ഘടകകക്ഷികളെയും കളങ്കപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം അതിനുവേണ്ടി അവർ പാരിതോഷികമായി വാങ്ങുന്നത് കോടികളാണ്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഓരോ പോസ്റ്റർ മേടിച്ച് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക. ഇന്നും അവരുടെ PR ടീമും മാധ്യമ പ്രവർത്തകരുമൊക്കെ അവർക്ക് വേണ്ടി ഇന്നും പണി നടത്തുന്നുണ്ട്. പക്ഷേ ഇനിയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരിക്കലും കോൺഗ്രസും ഘടകകക്ഷികളും അല്ലാത്ത ഒരു പാർട്ടി ഇവിടെ വരാൻ പാടില്ല. ഇവിടെ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് BJP നേതൃത്വമാണ്. ഈ BJP നേതൃത്വത്തിനോടൊപ്പം ചേർന്ന് നിന്ന് കോൺഗ്രസ് മുക്ത കേരളമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ LDF ആണ്. അപ്പോൾ അവർക്ക് വലുതായിട്ടുള്ള സപ്പോർട്ടുണ്ട്. പക്ഷേ സത്യം ഒരിക്കൽ ജയിക്കും. അല്ലാത്തത്, അസത്യങ്ങൾ വേഗം ജയം കാണും. സത്യങ്ങൾ അതിനുശേഷമേ അറിയാൻ പറ്റൂ. കാര്യം സത്യത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ആ സമയത്ത് അത് കണ്ടെത്തും. സോ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടും ഘടകകക്ഷി നേതാക്കളോടും പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരസ്യ പ്രസ്താവനകൾ നിർത്തുക, സമാധാനമായി ഇരിക്കുക, സമാധാനമായിരുന്നുള്ളൊരു തീരുമാനമെടുക്കുക. അർഹിക്കുന്ന എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നല്ല. ഇതൊരു മന്ത്രിസഭയാണ്. പ്രധാനമായും ഞാൻ മന്ത്രിസഭയിൽ വരുന്നവരോട്, മന്ത്രിമാരോട് പറയുന്നു, ഒരിക്കലും ഈ പോയ ഭരണകാലത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരെ, കാരണം പാർട്ടി അനുഭാവികളെ മറ്റേ മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയാതെയും അവർ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് എടുക്കരുത്. നല്ല കഴിവും ഉശിരും തൻ്റെ ഒരു സ്ത്രീയായിരുന്നാലും പുരുഷന്മാരായാലും അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫായിരിക്കണം ഉണ്ടാകേണ്ടത്. മന്ത്രിമാർ ഒരുപക്ഷെ അവർക്ക് അതിനോട് മന്ത്രിപദം ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്ന വകുപ്പുകൾ അതിൻ്റേതായ രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജ് കാണില്ലായിരിക്കും, പക്ഷെ മനസ്സ് കാണും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പേഴ്സണൽ സ്റ്റാഫായിരിക്കണം. നമുക്ക് നല്ലൊരു ഭരണം വേണം, നല്ലൊരു തുടക്കമായിരിക്കണം. പോയ 10 വർഷങ്ങൾ അനുഭവിച്ച കഥകളെല്ലാം നമുക്കറിയണം. നമുക്കിവിടെ ഒരുപാട് ശുദ്ധീകരണം ചെയ്യേണ്ടി വരുന്നു. നല്ല പോലീസ് ഓഫീസേഴ്സുണ്ട്, നല്ല അംഗബലം, നല്ല ഇൻ്റലിജൻസ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അവിടങ്ങളിൽ പാർട്ടിക്കാരും മറ്റുള്ളവർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നുള്ള കോലാഹലങ്ങൾ അവരെ അവരുടേതായ വഴിക്ക് വിടുക. തെറ്റ് കണ്ടാൽ അവരെ തിരുത്താൻ ശ്രമിക്കുക. കാരണം 10 വർഷം ഇവർക്ക് നല്ല ഓഫീസേഴ്സിന് കിട്ടിയ മോശമായ സമയമാണ്. അതിന് പലരും അതിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാനസിക ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല IAS ഓഫീസേഴ്സിനും ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലും ഉപരി നമുക്കറിയാം, ഇപ്പോൾ തെരുവുകളിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണ്. അതിനുവേണ്ടി ഗുണ്ടകൾക്ക് വേണ്ട ഉത്തേജനം കിട്ടാനുള്ള കള്ളിഷാപ്പുകളും ബാറുകളും മയക്കുമരുന്നും സുലഭമായി കിട്ടുന്ന ഒരു സംവിധാനം അവർക്കിവിടെ നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. അത് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഞാനായിരുന്നു. ഐ വിൽ ടെൽ യു അബൌട്ട്, ഞാൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അന്ന് ഏതാണ്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തൊക്കെ കണ്ടതുണ്ടായി. എനിക്കത് മനസ്സിലായി ചെറിയൊരു വിവരങ്ങളുണ്ട്. കാരണം എൻ്റെ ഫാദർ കൂലീസായിരുന്നു. അന്നത്തെ പട്ടാളം ബ്രിട്ടീഷുകാർ. ഇന്നിപ്പോൾ ഞാൻ അധിക്ഷേപിക്കുകയില്ല, ഇന്നിപ്പോൾ അമേരിക്കയിൽ നമ്മുടെ ഇവിടെ നിന്ന് ടെക്കികൾ വർക്ക് ചെയ്യുന്ന അവരെ കൂലികളെന്നാണ് പറയുന്നത്. അതുപോലെയുള്ള കൂലി, ആ ലാംഗ്വേജ് ഇന്നുണ്ടായതല്ല, പണ്ടും ഉണ്ടായതാണ്. പണ്ട് ഇന്ത്യൻ ആർമിയിൽ ആൾക്കാരിടുമ്പോൾ അവരെ കൂലീസായിട്ടാണ് കിട്ടുന്നത്. കാര്യം പട്ടാളത്തിന് വേണ്ടി, ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എടുക്കുന്നവരെ അവർ മിലിറ്ററി എന്ന് പറയുന്നത് മറിച്ച് കൂലീസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കൂലീസിന് ജന്മം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എനിക്ക് പട്ടാളത്തിനോട് വലിയ ആദരവും കടപ്പാടുണ്ട്. കാരണം ഞാൻ പട്ടാളക്കാരനായി വർക്ക് ചെയ്ത് ഏതാണ്ട് 10-30 വർഷം പുറം നാടുകളിൽ പോയി സഞ്ചരിക്കാനും ബിസിനസ്സും ഇതായിട്ടൊക്കെ. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ കുറിച്ച് നല്ല അറിവും ബോധവും എനിക്കുണ്ട്. എല്ലാ നേതാക്കന്മാരെയും നല്ല അറിവുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ ഐ ആം വെരി ഹാപ്പി.
അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഏത് മനുഷ്യർക്കും ചില അവസ്ഥകളിൽ ഒരു വടികൾ അവർക്ക് ഒരു ഒരു ഭയങ്കര പിടുത്തം കാണും. ഉദാഹരണത്തിന് നമ്മുടെ MP ശ്രീ കെ സുധാകരൻ ഈസ് എ ലയൺ. അതെങ്കിലും പുലി എന്ന് പറഞ്ഞാൽ തനി പുലി. അങ്ങനെയുള്ള ഒരുപാട് പുലിമാരുടെ കൂട്ടം നമുക്ക് പേരെടുത്തെന്ന് പറയേണ്ട അറിയാം. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ചെന്നിത്തല, VD സതീശൻ, തിരുവഞ്ചൂർ, ശശി തരൂർ, അങ്ങനെ പോകും. പിന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മുൻപ് ചാനലിൽ നിന്ന് തിളങ്ങി ഇരുന്ന ഒരു വ്യക്തിയെ ഗവൺമെൻറ് BRM ഷബീർ എന്നാണ്, ഷബീർ. അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ മാനസിക ബുദ്ധിമുട്ട്. അവർക്ക് MLA സ്ഥാനം കിട്ടാത്തതിൽ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് കേട്ടു. മിസ്റ്റർ ഷബീറിനോട് പറയാൻ BRM ഷബീർ അദ്ദേഹം അഡ്വക്കേറ്റാണ്. മിസ്റ്റർ ഷബീർ, താങ്കൾ ഒരു കഴിവുള്ളൊരു നേതാവാണ്, ഒരു അഭിഭാഷകനാണ്. നമുക്ക് എപ്പോഴും തടസ്സങ്ങളെ അതിജീവിക്കാനുള്ളൊരു തൻ്റെ ഇടമാണ് നമുക്ക് വേണ്ടത്. താങ്കൾ അർഹിക്കുന്ന സ്ഥാനം താങ്കൾക്ക് കിട്ടും. കാരണം ഈ കോൺഗ്രസ് ഇനി ഈ 5 വർഷത്തെ ഭരിക്കുന്ന ഇനി എപ്പോഴും ഏത് സമയത്തും ഈ ഭരണം ഇവിടെ ഉണ്ടാകുന്നു. അതിനാര് എന്ത് വീടുവേല ചെയ്താലും നടക്കില്ല. സോ ഒരിക്കൽ കൂടി ഞാൻ എല്ലാ നമ്മുടെ സ്നേഹമുള്ള നാട്ടുകാരോടും നമ്മുടെ അനുഭാവികളോടും ഈവൻ ഒരു പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇന്ന് ഈ വിജയം കൈവരിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയ വോട്ട് LDFൻ്റെ ആൾക്കാരിൽ നിന്നാണ്. കാരണം അവർ വരെ മടുത്തു കഴിഞ്ഞു. സോ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. തമ്മിത്തല്ലി വേണ്ട, സമാധാനമായിരിക്കുക, കൂട്ടായി ഇരുന്ന് തീരുമാനിക്കുക. ജനം നമുക്ക് തന്ന വിജയത്തെ നല്ല രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക. സമാധാനമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള എല്ലാ നേതാക്കളും ഒന്നായി കൂട്ടുചേരണം, ഒപ്പം ഘടകകക്ഷികളും. കാണാം വീണ്ടും. ജയ് ഹിന്ദ്. താങ്ക് യു.